ഒരു പ്രോബ്ലത്തിലോട്ട് പോകാം. A rotor of an electric motor is uniformly accelerated to a speed of 1800 revolutions per minute from rest in 5 seconds, and then immediately power is switched off and the rotor deaccelerates uniformly to rest. If the total time elapsed is 12.5 seconds, determine the number of revolutions made in acceleration and deceleration. So ഈ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോട്ടറുണ്ട്, ഒരു ഇലക്ട്രിക് മോട്ടറിൽ ഒരു റോട്ടർ എന്ന് പറയുന്നത് ആദ്യം അതിനെ ആക്സലറേറ്റ് ചെയ്യും. എത്ര റെവല്യൂഷൻസ് പെർ മിനിറ്റിൽ? 1800 റെവല്യൂഷൻസ് പെർ മിനിറ്റിൽ റെസ്റ്റിലിരിക്കുന്ന ഒരു സാധനത്തിനെ ആക്സലറേറ്റ് ചെയ്യും. എത്ര നേരത്തേക്കാണ് ആക്സലറേറ്റ് ചെയ്യുന്നത്? 5 സെക്കൻഡ്സിൽ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? പിന്നെയും ഈ പവർ സ്വിച്ച് ഓഫ് ആക്കും. അപ്പോൾ എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കായിട്ട് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന റോട്ടാർ ആക്സലറേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ട്? ഈ കറണ്ട് സ്വിച്ച് ഓഫ് ആക്കാൻ കാരണം. സോ ഇവിടെ നമുക്ക് ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദി നമ്പർ ഓഫ് റെവല്യൂഷൻസ് മെയ്ഡ് ഇൻ ആക്സലറേഷൻ ആൻഡ് ഡീആക്സലറേഷൻ. സോ ആദ്യം നമ്മൾ മോട്ടോറിനെ ആക്സലറേറ്റ് ചെയ്തു, പിന്നെ അതിനെ നമ്മൾ സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടാർ ഡീആക്സിലറേറ്റഡ് ആവും. സോ ആക്സിലറേഷൻസ് നടക്കാനും ഡീആക്സിലറേഷൻ നടക്കാനുമായിട്ട് എത്ര നമ്പർ ഓഫ് റെവല്യൂഷൻസ് ആണ് വന്നെന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് യൂണിഫോംലി ആക്സിലറേറ്റഡ് അറ്റ് എ സ്പീഡ് ഓഫ് 1800 റെവല്യൂഷൻസ് പെർ മിനിറ്റ് ഫ്രം റെസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. സോ റെസ്റ്റിൽ നിന്ന് തുടങ്ങുന്ന ഒരു സാധനത്തിൻ്റെ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം അവിടെ വെലോസിറ്റി ഇല്ല, അവിടെ സ്പീഡില്ലാത്ത സ്ഥലത്ത് അവിടെ 0 ആയിരിക്കും. സോ റെസ്റ്റിൽ നിന്ന് തുടങ്ങുന്ന കാരണം ആംഗുലർ വെലോസിറ്റി അറ്റ് തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പോയിന്റ് 1 നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ പോയിന്റ് 1 ആംഗുലർ വെലോസിറ്റി ω1 എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 0. എന്നിട്ട് എന്ത് പറ്റി? പോയിന്റ് 1 നിന്ന് 2 പോകാനായിട്ട് ഒരു ആംഗുലർ വെലോസിറ്റി ഉണ്ട്, അതെന്ന് പറയുന്നത് ω2 ആണ്. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? ഈസ് ആക്സലറേറ്റഡ് അറ്റ് എ സ്പീഡ് ഓഫ് 1800 റെവല്യൂഷൻസ് പെർ മിനിറ്റ്. സോ ω2 തന്നിട്ടുണ്ട്, 1800 റെവല്യൂഷൻസ് പെർ മിനിറ്റ്. സോ ω2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2π × N2/60, വേർ N2 ആണ് നമുക്ക് റെവല്യൂഷൻസ് പെർ മിനിറ്റിൽ തന്നു കഴിഞ്ഞാൽ ω2 കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. സോ N2ന് നമ്മൾ 1800 ഇട്ട് കൊടുക്കുക. സോ 2π × 1800/60 വിച്ച് വിൽ ബി ഈക്വൽ ടു 60π എന്ന് കിട്ടും. അത്രയും റേഡിയൻസ് പെർ സെക്കൻഡ്, ആംഗുലർ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻസ് പെർ സെക്കൻഡിൽ കിട്ടും. സോ ω1 കിട്ടി, ω2 കിട്ടി. ഇനി നമുക്ക് ഡിസ്പ്ലേസ്ഡ് എത്രമാത്രമാണ് ഈ 1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 2 എത്രമാത്രം ഡിസ്പ്ലേസ്ഡ് ആയെന്നുള്ള കണ്ടുപിടിക്കാൻ പറ്റും. ഏത്? റോട്ടർ. അത് കണ്ടുപിടിക്കാനായിട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ഇക്വേഷൻ, ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ഇക്വേഷൻ എടുത്തു. θ1 to 2 ഇക്വേഷൻ അറിയാം. എന്താണ്? ω1 × t ടൈം ടേക്കൺ ഫോർ ദി റോട്ടർ ടു റൊട്ടേറ്റ് ഫ്രം 1 to 2 പ്ലസ് ഹാഫ് × α എന്ന് പറയുന്നത് എന്താണ്? ആംഗുലർ ആക്സലറേഷൻ എത്രമാത്രം ആക്സലറേറ്റഡ് ആയി ഫ്രം 1 to 2 × t² ഫ്രം ടൈം ടേക്കൺ ഫോർ ദി റോട്ടർ ടു റൊട്ടേറ്റ് ഫ്രം 1 to 2nd പൊസിഷൻ. സോ വേറെ ഇക്വേഷൻ ഉണ്ട്, ω2 = ω1 പ്ലസ് α_t. അത് വെച്ചിട്ട് ω2ൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ω1 0 ആണ്, ആംഗുലർ വെലോസിറ്റി അറ്റ് സെക്ഷൻ 1 0 ആണ്, കാരണം അവിടെ റെസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. പ്ലസ് α1 to 2, പിന്നെ 1 to 2 എത്താനായിട്ട് റോട്ടറിന് എടുത്ത സമയം എന്ന് പറയുന്ന t1 to 2 ആണ്. ടൈം ടേക്കൺ ഫോർ ദി റോട്ടർ ടു റീച്ച് ഫ്രം പൊസിഷൻ 1 to 2 എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ അതിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 5 സെക്കൻഡ്സ് ആണ് തന്നിട്ടുണ്ട്. സോ ഇവിടെ 5 ഇട്ട് കൊടുക്കുക. സോ അതിൽ നിന്ന് ആംഗുലർ ആക്സിലറേഷൻ ഫ്രം 1 to 2 നമുക്ക് കിട്ടി. 12π റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ തീറ്റയുടെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ω1 നമുക്കറിയാം 0, അപ്പോൾ ഇത് ഇത്രയും 0 ആണ്, പ്ലസ് ഹാഫ് × α1 to 2 ഇപ്പോൾ കണ്ടുപിടിച്ചു, ടൈം നമുക്കറിയാം 5 സെക്കൻഡ്സ് ആണ്. 1 തൊട്ട് 2 വരെ എടുക്കുക. 1 തൊട്ട് 2 വരെ മൂവ് ചെയ്യാൻ എടുത്ത റോട്ടറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്, 150π റേഡിയൻസ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് റെവല്യൂഷൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? റേഡിയൻസിൽ കിട്ടുന്ന സാധനത്തിന് നമ്പർ ഓഫ് റെവല്യൂഷൻസിലോട്ടാക്കാൻ വേണ്ടി ഡിവൈഡഡ് ബൈ 2π ചെയ്താൽ മതി. സോ ഇവിടെ ഡിവൈഡ് ബൈ 2π ചെയ്തു. സോ 75 റെവല്യൂഷൻസ് എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് വീണ്ടും നമുക്ക് പറയുന്നുണ്ട്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? രണ്ടാമത്തെ പൊസിഷനിൽ എത്തിയതിന് ശേഷം പിന്നെയും റോട്ടാർ എന്തിലോട്ട് വരുന്നത്? ഡീആക്സിലറേറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്, യൂണിഫോംലി ടു റെസ്റ്റ്. സോ 1 മുതൽ 2 ആക്സിലറേറ്റ് ചെയ്തു. ഇനി 2 നിന്ന് 3 എത്താൻ വേണ്ടി, അതായത് 3 റെസ്റ്റിലാവും. സോ 2 നിന്ന് 3 എത്താൻ ഈ സെയിം ആക്സിലറേഷനിൽ പോയി കഴിഞ്ഞാൽ എത്തത്തില്ല, ഇത് പിന്നെയും പോയിക്കൊണ്ടിരിക്കും. സോ ഇത് ഇവിടെ 2 നിന്ന് 3 ഒരു സ്റ്റോപ്പ് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ സ്പീഡ് കുറയും, അല്ലെങ്കിൽ ഡീആക്സിലറേറ്റ് ചെയ്യും. ആക്സിലറേഷൻ കുറയും, നെഗറ്റീവ് ആവും ആക്സിലറേഷൻ. സോ അതിനെയാണ്. സോ എന്തിനു വേണ്ടി? റെസ്റ്റിലെത്തിക്കാൻ വേണ്ടിയിട്ട് റോട്ടറിന്.
സോ അവിടെ സംഭവിക്കുന്നതെന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ omega 3 എന്ന് പറയുമ്പോൾ റെസ്റ്റിലിരിക്കുന്ന സാധനത്തിൻ്റെ ആംഗുലർ വെലോസിറ്റി വിൽ ഓൾവേസ് ബി 0. സോ omega 3 0 ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ് മോട്ടാർ ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഈ 1 മുതൽ 3 വരെ മോട്ടാർ എത്താൻ വേണ്ടി എടുത്ത സമയം 12.5 സെക്കൻഡ്സ് ആണ്. നമ്മൾ 1 മുതൽ 2 വരെ എടുത്ത ടൈം എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ്സ് ആണ്. സോ 2 മുതൽ 3 മണി വരെ മാത്രം മോട്ടാർ എത്താൻ വേണ്ടി എടുത്ത സമയം എന്ന് പറയുന്നത് 12.5 മൈനസ് ഈ 5 ചെയ്താൽ മതി. അപ്പോൾ 7.5 സെക്കൻഡ്സിലാണ് ഈ മോട്ടാർ 2 മുതൽ 3 വരെ എത്താൻ എടുത്ത സമയം. സോ നമുക്കിനി അവിടുത്തെ ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം വാല്യൂസ്. സോ omega 3 എന്ന് പറയുന്ന omega 2 പ്ലസ് ആക്സിലറേഷൻ ടേക്കൺ ഫോർ ദി റോട്ടാർ ടു റീച്ച് ഫ്രം 2 to 3 ഇൻറ്റു ടി ടൈം ടേക്കൺ ഫോർ ദി റോട്ടാർ ടു റീച്ച് ഫ്രം 2 to 3. ടൈം നിങ്ങൾക്ക് മനസ്സിലായി. 12.5 മൈനസ് 5 ചെയ്യുമ്പോൾ 7.5 കിട്ടും. അവിടുത്തെ ടൈം ആൽഫ 2 to 3 നമുക്ക് അറിഞ്ഞൂടെ, അത് കണ്ടുപിടിക്കണം. omega 2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 1 to 2 എത്താൻ എടുത്ത omega 2 രണ്ടാമത്തെ പൊസിഷനിലുള്ള ആംഗുലർ വെലോസിറ്റി 60 പൈ എന്നുള്ളത് കണ്ടുപിടിച്ചത്. അതിൽ നിന്ന് ആംഗുലർ ആക്സിലറേഷൻ കിട്ടി. ആംഗുലർ ആക്സിലറേഷൻ കിട്ടിയിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക, ഇതാണ് ഇക്വേഷൻ. omega 2 ഇൻറ്റു ടി പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. omega 2ൻ്റെ വാല്യൂ അറിയാം, ടൈം ടേക്കൺ അറിയാം 7.5, 2 to 3 അതേപോലെ ആക്സലറേഷൻ ആക്സലറേഷൻ എന്ന് പറയുന്നത് -8 പൈ ആണ്. ആൽഫ 2 to 3. 2 to 3 എത്തണമെങ്കിൽ ആക്സലറേറ്റ് ചെയ്താൽ മാത്രമേ 2 to 3 എത്തിയിട്ട് ഇവിടെ നിർത്താൻ പറ്റൂ റോട്ടാറിന്. സോ അത് നെഗറ്റീവ് ആവും. ഇൻറ്റു ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞാൽ 7.5. സോ അപ്പോഴത്തേക്ക് ഡിസ്പ്ലേസ്ഡ് കിട്ടി. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇത് നമുക്ക് ഇത്രയും പൈ റേഡിയൻസിലാണ് കിട്ടിയത്. ഇനി ഇതിനെ റെവല്യൂഷൻസിലാക്കാൻ ഡിവൈഡഡ് ബൈ 2 പൈ ചെയ്യാം. അപ്പം 112.5 റെവല്യൂഷൻസ് എന്ന് കിട്ടും. സോ ഇതാണ് നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഡ്യൂറിങ് ആക്സലറേഷനും നമ്പർ ഓഫ് റെവല്യൂഷൻ ഡ്യൂറിങ് ആക്സലറേഷൻ. ഓക്കെ, ഇപ്പോൾ 75 റെവല്യൂഷൻസും മതിയായിരുന്നു. സ്പീഡ് ഉണ്ടായിരുന്നപ്പോൾ. സ്പീഡ് കുറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, കൂടുതൽ റെവല്യൂഷൻസ് വേണ്ടി വരും. ഓക്കെ.